ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എൻ്റെ കൂടെ. ഞാനിപ്പോൾ മലപ്പുറത്ത് മഞ്ചേരി എന്ന് പറഞ്ഞ ടൗണിലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആണ്. സമയം ഇപ്പോൾ 8 മണി എന്തോ കഴിഞ്ഞു, 9 മണിക്കാണ് വെഡ്ഡിങ്. ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. ടെമ്പിളിൽ വെച്ചിട്ട് താലി കെട്ടിയിട്ട് പിന്നെ ഹാളിൽ പോവും. അപ്പോൾ ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഹാളിൽ പോകത്തേ ഉള്ളൂ. കാരണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചടപടയിൽ നമുക്ക് റെഡി ആയിട്ട് എന്താ പറയുക, കല്യാണത്തിന് പോവാം. അപ്പോൾ ഞാൻ യൂഷ്വലി ഇങ്ങനെ കല്യാണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് റെഡി ആകുന്നത് എന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ മേക്കപ്പ് ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എന്തെനിക്കിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ളൊരു മൂഡാണെന്ന്. കാരണം പണ്ട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്തത്. അപ്പോൾ എനിക്കിന്ന് എന്തോ അങ്ങനെ ചെയ്യാനുള്ളൊരു വൈബാണ്. സോ നമുക്ക് പെട്ടെന്ന് ചടപടയെന്ന് നമുക്ക് റെഡി ആയിപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മേക്കപ്പ് ഒന്നും ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നത്, എൻ്റെ ഒരു ബേസിക് മേക്കപ്പ് എന്താണെന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തിടാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ പോയി എനിക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര ഡ്രൈനെസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് കണ്ണിൽ ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഇച്ചിരി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. കൊഞ്ചം മതി, കാരണം കൊഞ്ചം മതി. എനിക്കങ്ങനെ ഒരുപാട് മോയ്സ്ചറൈസർ ഇട്ട് മുഖം ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇച്ചിരി അയ്യോ പിന്നെ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ചുണ്ട് ഭയങ്കര അവിടെയല്ല, ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐബ്രോസ് ചെയ്യണം. ഐബ്രോസ് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം ഇന്ന് ഐ മേക്കപ്പ് ചെയ്യാം. കാരണം ഞാൻ കുറച്ച് ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ബോട്ട് എ ഫൗണ്ടേഷൻ ഐ മേക്കപ്പിന് ഐ ഷാഡോ പാലറ്റ്. ഇതാണ് എനിക്കുള്ളൊരു സാധനം. ഇത് ഞാൻ മോൾഡീവ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണിൽ കുറച്ച് തിളക്കത്തിന് വേണ്ടി എടുത്തിടാറുണ്ട്. പക്ഷേ ദിസ് ടൈം ഐ ബോട്ട് എ ന്യൂ വൺ ഫോർ ദ വെഡ്ഡിങ്. ഈശ്വര, സമയമില്ല, പെട്ടെന്ന് വാ കൊണ്ടാരും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റു. എപ്പോൾ എണീറ്റ് ഞാനാണെന്നറിയും. പക്ഷേ റെഡി ആകാൻ ലേറ്റായി. ഞാൻ കുറച്ച് സെൻഡിയായിരുന്നു, കുറച്ച് ഇമോഷണലായിപ്പോയി. എന്താണെന്നറിയത്തില്ല, എനിക്കറിയത്തില്ല. പെട്ടെന്ന് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ ഫുള്ള് മോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 1 മണിക്കൂറായിട്ട്. അപ്പോൾ അതാണ് ഗെറ്റ് റെഡിക്ക് ലേറ്റായിപ്പോയത്. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ നൈക്കയുടെ ഈ ഫൗണ്ടേഷൻ്റെ പുതിയ സാധനമാണ്. ഇപ്പം ഞാൻ തൊടുന്നതേ ഉള്ളൂ. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കല്യാണമല്ല, അപ്പോൾ കുറച്ച് ഗോൾഡൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ ഭയങ്കര ഐഡിയാസ് ഒന്നും ഇല്ല. എനിക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യാനും അറിയില്ല. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെന്നല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. ഒരാൾക്കിപ്പോൾ ഒന്ന് ഒരുക്കി കൊടുക്കാൻ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കുകയാണെങ്കിൽ എനിക്കറിയാം. പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാനായിരുന്നു ഫാഷൻ ഷോ, ഡാൻസ്, ഈ വക പരിപാടിക്കെല്ലാം മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ എൻ്റെ ഫേസിൽ എനിക്കൊരു ഡെയിലി ബേസിസിൽ ഇങ്ങനെ ഞാൻ മേക്കപ്പ് അത് ഉദ്ദേശിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നതല്ല. എല്ലാ ആൾക്കാരുടെയും വിചാരം പെണ്ണുങ്ങൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഭയങ്കര മേക്കപ്പാണെന്നാണ്. ശരിക്കും നമ്മൾ ലിപ്സ്റ്റിക്കും ഐലൈനർ മാത്രമല്ല മേക്കപ്പ്. ദെർ ആർ സോ മെനി അതർ തിങ്സ് ലൈക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, ബ്ലഷ്, പിന്നെന്തൊക്കെയാണ് മറ്റേ ഇങ്ങനെ തിളങ്ങുന്ന സാധനം, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മുഖത്തിടാൻ. കോണ്ടൂറിങ് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മേക്കപ്പ് ആവുന്നത്. നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര ബ്രീത്തബിൾ ആയിരിക്കും. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് വാരി ഇടുന്നൊരു ഫീലിംഗ് എനിക്ക് ഇഷ്ടമേ അല്ല. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു സാധനം മേടിച്ചു. എൻ്റെ ദൈവമേ, അത് ഇട്ടപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഐ ഫീൽ സോ അൺകംഫർട്ടബിൾ. സോ ഐ പ്രിഫർ ടു കീപ്പ് മൈ ഫേസ് സിമ്പിൾ, എൻ്റെ ഒറിജിനൽ ഫേസ് ആയിട്ട്. സൺസ്ക്രീൻ ഇടും അത്ര തന്നെ. ഓ മൈ ഗോഡ്, സൺസ്ക്രീൻ ഇട്ടില്ല, അതല്ലേ ആദ്യം ഇടേണ്ടിയിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കുറച്ച് കളർ കൂടിക്കോ, ഒരുപാട് കളർ വേണ്ട. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോകണം. ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് പോവുകയാണ്. അപ്പോൾ ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് പോയാൽ
ഇട്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും വേണ്ട, പീപ്പിൾ വിൽ തിങ്ക് ഇവിടെ എവിടെ നിന്ന് വരുന്നത്. അങ്ങനെയൊന്നും ആൾക്കാർ ചിന്തിക്കില്ല. ബിക്കോസ് വെയറിങ് മേക്കപ്പ് ഈസ് സംതിങ് വെരി നോർമൽ ദീസ് ഡേയ്സ്. എവ്രി വൺ വെയർ മേക്കപ്പ്. എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാനും അറിയാം. എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് വരുവാണ്. അതാണ് എൻ്റെ ലൈഫിൽ ഇനി ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണ് ഓഗസ്റ്റിൽ. സോ അന്ന് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഗ്രാൻഡായിട്ട് ഒരുങ്ങണം എന്നുണ്ട്. കാരണം നമ്മൾ മേക്കപ്പ് പോലെ ചെയ്യുന്ന പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് സൂപ്പറായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ നല്ലത് നമുക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് പഠിച്ചങ്ങ് ചെയ്തുകൂടെ, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ചിലപ്പോൾ ഞാൻ ഒന്ന് ട്രയൽ ചെയ്ത് ഒന്ന് പഠിച്ചിട്ട് എൻ്റെ മുഖത്ത് ഞാൻ തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇതെന്താ ഇവിടെ എന്തോ ഒരു അപാകതം ഇല്ലേ ഈ ഒരു ഭാഗത്ത്? ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം. സോ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ വേണ്ടത് ഈ ഒരു സാധനമാണ്. ഐഷാഡോ ഇടുമ്പോൾ എൻ്റെ കൈ നിറച്ച് എനിക്കിങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സൺസ്ക്രീൻ ഇടാം. കാരണം കല്യാണത്തിൽ മഴയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. സൂര്യൻ അവിടെ ഉണ്ടല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ, പൊട്ടത്തരങ്ങളൊക്കെ. ബിക്കോസ് ഐ എം നോട്ട് ഇൻ ഒരു നല്ല ചിന്തിക്കാൻ പറ്റുന്നൊരു മൂഡിലല്ല ഞാൻ ഇന്ന്. കുറച്ച് ഇമോഷണലി വീക്ക് ആൻഡ് ഡൗൺ ആണ്. എൻ്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, കല്യാണം കഴിച്ച് പോണേ പുള്ളിക്കാരി, ഞാനും അങ്ങനെ ലൈക്ക് നമ്മളിങ്ങനെ മോൾഡീവ്സിൽ വന്നിട്ടുള്ള പരിചയമാണ്. പക്ഷേ എനിക്കറിയത്തില്ല അവൾ കല്യാണം കഴിച്ച് പോവുകയാണെന്ന് ഇന്ന് റിയലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് എന്തോ എനിക്കൊരു വിഷമം. ഈ കയ്യിൽ ഐഷാഡോ ഞാൻ ഇടുന്നത് ഞാൻ മിനിമലിസ്റ്റാണ് കുറേ നാളായിട്ട് ഇപ്പോൾ ഇടുന്നത്. എനിക്കത് മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ഇടുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുഖത്ത് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ വിയർത്തൊരു വഴിയാവും. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി അവോയ്ഡ് ചെയ്യണം. ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ ഗോൾഡൻ കളറിലെ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഐലൈൻ ഇടുകയാണ് ഞാൻ. ഇന്നിടുന്നത് മെയ്ബലിൻ കൊളോസലാ. ഈ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഇടുന്നത്. എൻ്റെ ഞാൻ അല്ലാതെ ഡെയിലി ബേസിസിൽ ഇടുന്ന നൈക്കയാണ്. ഇന്ന് ഞാൻ ഇതാണ് ഇടുന്നത്. ഓക്കെ, ഐലൈനറൊക്കെ വരയ്ക്കാൻ ഞാൻ പുലിയാണ്. കാരണം ചെറുപ്പത്തിൽ എൻ്റെ ചേച്ചിയുണ്ട്, കസിൻ ചേച്ചി സുധീന ചേച്ചി, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് സുധീന ചേച്ചി, എൻ്റെ അപ്പയുടെ മോളാണ്. സുധീന ചേച്ചിയാണ് ഐലൈനർ ഇടാൻ പഠിപ്പിച്ചു തന്നതാണോ അതോ സുധീന ചേച്ചിയാണ് എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഇതുപോലെ ഒരു വലിയ പെണ്ണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. വലിയ പെണ്ണെന്ന് വെച്ചാൽ ടീനേജർ, ഏർലി 20s അല്ല, ടീനേജർ അല്ല, ഏർലി 20s ഉണ്ടായിരുന്നത് സുധീന ചേച്ചി. അപ്പോൾ സുധീന ചേച്ചിയാണ് ഈ ലാക്മേയുടെ പഴയ ഐലൈനറൊക്കെ ഇടുന്നത് കണ്ട് ചേച്ചിയിൽ നിന്നാണ് ഞാനതൊക്കെ പഠിക്കുന്നത്, ഇങ്ങനത്തെ സംഭവമൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ സുധീന ചേച്ചിയുടെ ഐലൈനർ അടിച്ചു മാറ്റിയൊക്കെ ഞാൻ ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ ഐലൈനർ ഇടാൻ അന്നേ പഠിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ദിവസം കുളമാക്കുക, വളരെ പ്രശ്നം. രാവിലെ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ. ആ സമയം ഇപ്പോൾ എത്രയായിരിക്കണം. ഓക്കെ, ഇനി മെയിൻ സംഭവം. എൻ്റെ മെയിൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തിക്കായിട്ട് ഐബ്രോസ് ചെയ്യും. ബിക്കോസ് എനിക്ക് ഐബ്രോസ് ഭയങ്കര തിക്കായിട്ട് ഡാർക്കായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. സോ നമ്മൾ മെയിൻ പരിപാടി ഐബ്രോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര വാം ലൈറ്റ് ആയതുകൊണ്ട് മിററിൽ ഒന്നും കാണാൻ വയ്യ. അപ്പോൾ ഓക്കെ, ഐബ്രോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാ ആരാ ഓക്കെ ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. എനിക്ക് പുതിയതൊന്നും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ എം സോ കംഫർട്ടബിൾ വിത്ത് ദിസ് ഐബ്രോ പെൻസിൽ. ഐ തിങ്ക് ഇയേഴ്സ്, മോർ ദാൻ 6, 7, 8 ഇയേഴ്സ് ഇതാണ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അറൗണ്ട് 6-7 ഇയേഴ്സായിട്ട്. പിന്നെ ഐബ്രോസിൻ്റെ കാര്യത്തിൽ
ഞാൻ സൂപ്പറായിട്ട് ഐബ്രോസൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അത് നടക്കാറില്ല. കാരണം ജീവിതം അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങ് നടക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് കല്യാണം കഴിച്ചിട്ട് എന്തായാലും അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, കല്യാണം കഴിക്കാൻ പോകുന്ന ഫ്രണ്ട്, പുള്ളിക്കാരി ഇനി മോൾഡീവ്സിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അവളിനി കല്യാണം കഴിച്ചിട്ട് അധിക നാൾ നിൽക്കില്ല മോൾഡീവ്സിൽ. അപ്പോൾ അവൾ ദുബായിലേക്ക് പോവും അവളെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എനിക്ക് അതൊക്കെ എന്തോ ഓർത്തപ്പോഴാണ് ഇങ്ങനെ കുറച്ചൊരു വിഷമമായത്. ഞാനിങ്ങനെ അവളുടെ അടുത്താണെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കാറില്ല. കാരണം ഞാൻ അങ്ങനെ ആരോടും കാണിക്കാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ആൾക്കാരുടെ അടുത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അത്രയും എക്സ്പ്രസീവ് ചെയ്യാറില്ല, അത്രയും എക്സ്പ്രസീവ് അല്ല. കാരണം നമ്മളെ തന്നെ എന്താ പറയുക, സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ആളെടുത്ത് അറ്റാച്ച്ഡ് ആകരുത്. ബിക്കോസ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും, അല്ലെങ്കിൽ വിഷമാവും. പക്ഷേ അങ്ങനെ ആവുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല, ഓ സംതിങ് വെൻറ്റ് റോങ്, എന്തോ ഒരു ബന്ധീകടില്ലേ, ഇത് കുറച്ച് നീണ്ടുപോയോ. ഷോ എൻ്റെ അനിയത്തിയുടെ കല്യാണം വരാണ്. അന്ന് എനിക്ക് സൂപ്പറായിട്ട് അടിച്ച് അയ്യോ ഞാനാണെങ്കിൽ ഐബ്രോസ്, നിങ്ങൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. ഐ ഡോണ്ട് ത്രെഡ് എനി മോർ. ആകെ 2 മുടിയാണുള്ളത്, അതും കൂടി ഞാൻ ത്രെഡ് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്കൊരു കുന്തവും ഇല്ല. അപ്പോൾ അത്രയാണ്, ഇത് മതിയെന്ന് തോന്നണം അല്ലേ. ഈ എഡ്ജ് കുറച്ച് എഡ്ജി ആയിപ്പോയി. ഓക്കെ, എൻ്റെ ഐബ്രോസിന് കുറച്ച് 2 ലെവൽ. എനിക്കൊന്ന് മിക്ക ആൾക്കാരുടെ ഐബ്രോസ് അങ്ങനെയല്ലേ, ലൈക്ക് നോ ഇറ്റ് വോണ്ട് ബി ഇൻ എ സെയിം പ്ലെയിൻ ഓർ ലെവൽ വോട്ടെവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കൂടിപ്പോയോ, ദിഗംബരനായോ? ഇല്ല. ഓക്കെ, സോ ഐബ്രോസ് ആണ് എൻ്റെ മെയിൻ പ്രോഡക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനി നമ്മൾക്ക് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഉടുക്കാൻ പോകുന്നത് വയലറ്റ് കളർ സാരിയാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്ക് ഇടുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് വയലറ്റ് ആയതുകൊണ്ട് പർപ്പിളൊന്നും ഇടുന്നില്ല. ശരിക്കും പർപ്പിൾ ഇട്ടാൽ ഭംഗിയുണ്ടാവും, പക്ഷെ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലിപ്സ്റ്റിക്ക് രണ്ടുകൂടി മിക്സ് ചെയ്തിടാം. എനിക്കിങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇന്ന ഇതൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ ആ ഒരു മൂഡ് അനുസരിച്ച് ഞാൻ ഇടും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് നൈക്കയുടെ ക്രാൻബെറി എന്ന് പറയുന്ന നമ്പറൊന്നും എനിക്ക് പറയാപ്പോൾ അറിയില്ല. ഇത് നൈക്കയുടെ ക്രാൻബെറി സാങ്ക്രിയ ആണ്. നല്ല ഷെയ്ഡ് കേട്ടോ, വെരി നൈസ് ഷെയ്ഡ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ വരയ്ക്കാം. കല്യാണം കഴിഞ്ഞ് 11 മണിക്ക് ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം അമ്പലത്തിൽ വെച്ചിട്ട് താലി കിട്ടും, എന്നിട്ട് ഹാളിൽ കൊണ്ടാണ്. അത് 11 മണിക്കേ ഉള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പോവാണ്. അപ്പോൾ എനിക്ക് ചടപടയെന്ന് വന്ന് സാരിയെല്ലാം മാറ്റി കളഞ്ഞിട്ട് റെഡി ഓടിപ്പോകണം. അതുകൊണ്ട് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചപ്പോൾ ഇനി ഇടാനുള്ള ഡ്രസ്സും ഇതും മാത്രമേ ഉള്ളൂ എടുത്ത് വയ്ക്കാം. ബാക്കി എല്ലാം എടുത്ത് ഞാൻ വെച്ചു. സോ ഞാൻ ശരിക്കും മുടി ഒന്ന് അയൺ ചെയ്ത് കേൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നത്, ചുമ്മാ സിമ്പിളായിട്ടങ്ങ് പോയാൽ എന്താ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴല്ലേ വരുന്നത്, അപ്പോൾ നല്ലോണം ഒരുങ്ങി പോകണ്ടേ. അങ്ങനെ ചിലപ്പം രണ്ടിൻ്റെയും ഇടയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഓ മൈ ഗോഡ്, ഈ ഷെയ്ഡുണ്ടല്ലോ, വെരി ബ്യൂട്ടിഫുൾ, അടിപൊളി ഷെയ്ഡാണ്. ഇത് ലോറിയലിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അത് പോകത്തേ ഇല്ല. ആൻഡ് വെരി പ്രിറ്റി റെഡ് ഷെയ്ഡ് ഇറ്റ് ഈസ്. അപ്പോൾ ഞാനൊരു ബോർഡർ ഇങ്ങനെ പർപ്പിൾ വെച്ച് കൊടുത്തല്ലോ, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
ആൻഡ് വെരി നല്ല നൈസ് ആപ്ലിക്കേറ്ററാണ്. ഭയങ്കര ഈസി ആയിട്ട് ഇടാൻ പറ്റും ആൻഡ് വെരി നൈസ് കളർ. കൊള്ളാമല്ലേ? ഇത് പക്ക റെഡാണ്, അടിപൊളി റെഡാണ്. എനിക്ക് മറ്റേ ഇത് ഇഷ്ടമല്ല. എന്താണെന്ന് പറ, എൻ്റെ വായിലൊന്നും വരുന്നില്ല. നമ്മുടെ മാക്കിൻ്റെ റെഡ് എൻ്റെ ഉണ്ട്, പക്ഷേ കൊള്ളത്തില്ല. എനിക്ക് കൊള്ളത്തില്ലെന്നല്ല, ഇറ്റ്സ് നോട്ട് ദ കൈൻഡ് ഓഫ് റെഡ് ഐ ലൈക്ക്. എനിക്ക് ഈ റെഡ് ഭയങ്കര ഇഷ്ടം. ലോറിയലിൻ്റെ എന്താ പറയുക, റൂഷ് പാരീസ് എന്നാണോ റൂഗെ പാരീസ് എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ഷെയ്ഡാണ്. ഇനി നമ്മൾക്ക് വേണ്ടത്, ഇതൊരു വല്ലാത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. ആരെങ്കിലും കാണുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇതൊരു പ്രോപ്പർ ഗെറ്റ് റെഡി വിത്ത് മീ ആകാൻ ചാൻസ് കുറവാണ്. കാരണം നോക്കുന്നത് മസ്കാരയാണ്. പണ്ടാരെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോയി കിടന്നോളും. ഈ മസ്കാര ഒരിക്കലും ഡെയിലി ബേസിസിൽ ഇടരുത്. ഇടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ മോൾദീവ്സിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് ഐഷാഡോ മസ്കാരോ മേടിച്ചിടണം എന്നൊരാഗ്രഹം തന്നെ വന്നത്. കാരണം മോൾദീവ്സിലെ ആൾക്കാർ എല്ലാവരും മേക്കപ്പ് ഇട്ടാണ് നടക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പോൾ അത് കണ്ട് നമ്മൾ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഐഷാഡോ ഇടുമ്പോൾ ഉള്ള ഫീല് നല്ല രസമാണ്. പിന്നെ മസ്കാര എന്തെങ്കിലും ഇങ്ങനത്തെ ഫങ്ഷൻ, ബിക്കോസ് ആകെ ഇച്ചിരി കുറച്ച് കൺപീലികളെ ഉള്ളൂ. അത് ഈ മസ്കാരയൊക്കെ ഇട്ടാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഡെയിലി ബേസിസിൽ മസ്കാര ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. പിന്നെ മസ്കാര ഇടുമ്പോൾ ഇങ്ങനെ നല്ല മസ്കാര ഇങ്ങനെ വിടർന്നൊക്കെ വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പോണാൽ ഞാൻ ഗോഗിൾസും വെച്ച് വർക്ക് ചെയ്യുമ്പം എനിക്ക് കൺപീലികളൊന്നും അധികം വിടർന്ന് നിൽക്കണം എന്നില്ല. സോ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണത്? ആരെങ്കിലും ചോദിച്ചോ? മിക്കവാറും ഈ വീഡിയോ എൻ്റെ അമ്മയായിരിക്കും കാണാൻ പോണത്. എന്നിട്ട് കണ്ടിട്ട് നീ എന്തിനാ അത് പറഞ്ഞ, നീ എന്തിനാ ഇത് പറഞ്ഞതൊക്കെ വിളിച്ച് ചോദിക്കും. ഇതും ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ. പാവമാണ് എൻ്റെ അമ്മ, ചക്കരയാണ് ഉമ്മ. എൻ്റെ അമ്മേനെ കാണാൻ ഞാൻ പോണത് വയ്യ പാവത്തിന്. അതുകൊണ്ട് കല്യാണം ഞാൻ വരുമെന്ന് അറിയത്തില്ല. സർപ്രൈസ്, പക്ക സർപ്രൈസ്. പക്ഷെ ആകെ 2 ദിവസമേ ഉള്ളൂ വീട്ടിൽ നിൽക്കാം. സൂപ്പർ ആയില്ല എന്നെ കാണാൻ, എന്തൊരു ഭംഗി. എനിക്ക് തന്നെ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാനിങ്ങനെ മയങ്ങിപ്പോയി. ഓക്കെ, ഇതാണ്. ഞാൻ കണ്ണ് എഴുതാറില്ല, കണ്ണിനുള്ളിൽ കാജൽ ഇടാറില്ല. വർഷത്തിൽ ആണ്ടിൽ സംക്രാന്തിക്ക് ഒരു 2-3 ടൈംസ് കിട്ടാറായി ഇങ്ങനെ കല്യാണം അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണ് എഴുതാമെന്നാണ്. കാരണം ഇന്നലെയും മറ്റേ പരിപാടിക്കെല്ലാം ഇങ്ങനത്തെ ഐലൈനർ ലുക്ക് മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണൊന്ന് എഴുതാം. കണ്ണ് എഴുതുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ട്രഡീഷണൽ എന്നല്ല, എന്താ പറയുക, കുറച്ചുകൂടി വേറൊരു ലുക്കാണല്ലോ. പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ ഞാൻ ഐലൈനർ അല്ല, ഞാൻ കണ്ണിങ്ങനെ കാൺമഷി വെച്ച് എഴുതി കട്ടിക്ക് ഇങ്ങനെ താഴേക്ക് എഴുതി. അതാണ് എൻ്റെ എല്ലാവരും ചോദിക്കും അശ്വതി എങ്ങനെ കണ്ണ് എഴുതുന്നതെന്ന്. ലൈക്ക് ഐ വാസ് വെരി ഫേമസ് ഫോർ എൻ്റെ ഐ മേക്ക്. ആ കണ്ണ് എഴുതുന്നത് കുറച്ച് ഫേമസ് ആയിരുന്നു. കോളേജിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്കെന്തോ ഒന്നാമത്തെ റീസൺ കൺമഷി ഇങ്ങനെ എന്നും ഇടുമ്പോഴുള്ള കണ്ണിന് നല്ലതല്ല. ഒന്നാമത്തെ റീസൺ അതാണ്, മെയിൻ റീസൺ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ കൺമഷി എല്ലാം പോയി അകത്തും ഇങ്ങനെ ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ കൺമഷി നിർത്തിയത് ഒരു റീസൺ അതാണ്. പിന്നെ ഞാൻ ഐലൈനർ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. കൺമഷി ഇട്ടാണ്ടല്ലോ അതൊക്കെ കഴുകിക്കളഞ്ഞാൽ വർഷങ്ങളായാലും പോവില്ല. നമ്മൾ ഇന്ന് കഴുകിയാലും അത് അവിടെ തന്നെ കിടക്കും, ഭയങ്കര പാടാണ്. അപ്പോൾ അതിങ്ങനെ കിടന്ന് ഇങ്ങനെ ബ്ലോക്കായി അങ്ങനെ എക്സസ് ഇങ്ങനെ കിടക്കണം. പക്ക എത്ര ക്ലീൻ ചെയ്താലും പോവില്ല. അപ്പോൾ എന്തോ അതെനിക്കൊരു തോന്നല, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മൈ ഐസ്. എനിക്ക് കുറേ ഇഷ്യൂസ് ഐസിൽ വരും, ഡ്രൈനെസ്സും അങ്ങനത്തെ കുറേ ബേണിങ് സെൻസേഷനൊക്കെ. അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ണിനകത്ത് എഴുതാറില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ണ് ഇങ്ങനെ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനിങ്ങനെ എഴുതാറുണ്ട്. സോ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും എഴുതാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതേതാ? നൈക്ക. ഓക്കെ, നൈക്കയുടെ ബ്ലാക്ക് മാജിക്. ഇതെന്താ ഒരു ഡാർക്ക് അല്ലല്ലോ. വാ, പണ്ട് ഹിമാലയയുടെ
ഞാൻ ഇടുമായിരുന്നു ചെറുതിലെ സ്കൂളിലും കോളേജിലൊക്കെ. വാട്ട് ഈസ് ദിസ് മാൻ, ഇതെന്താ വരാത്തെ? ഇതിപ്പോൾ നോക്കിക്കോ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനി എത്ര ദിവസം കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. ഈ കൺമഷി കഴുകി കളഞ്ഞാലും ഇങ്ങനെ സ്മഡ്ജായി താഴേക്ക് 2-3 ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് കണ്ണ് ഐലൈനർ മാത്രം എഴുതുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ കൺമഷി എഴുതുന്നതാണോ നിങ്ങൾക്ക്, എന്നെയല്ല നിങ്ങൾക്ക് നിങ്ങളിൽ പേഴ്സണലി എഴുതുന്നത് ഇഷ്ടം, അതോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചിലർ എഴുതാറുണ്ടല്ലോ, ലൈക്ക് താഴെ മുകളിലും ഒക്കെ. അത്ര പെർഫെക്റ്റ് ആവുന്നില്ല, കുറേ ചെയ്തിട്ടും വരുന്നില്ല. പിന്നെ ഞാൻ ഒരു റീസൺ കൺമഷി നിർത്തിയത്, എനിക്ക് കണ്ണിന് പവർ ഉള്ളതുകൊണ്ട് ഐ വെയർ കോണ്ടാക്ട് ലെൻസ്. ഓക്കെ, ഡെയിലി ബേസിൽ കോണ്ടാക്ട് ലെൻസ് ഇടും. അപ്പോൾ ഈ ലെൻസിനകത്തും ഈ കൺമഷി എല്ലാം പോയി ഇരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ അടിച്ചു. കാരണം അതിലൊക്കെ പറ്റി പിടിക്കാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് ഞാൻ കൺമഷി അങ്ങോട്ട് നിർത്തിയത്. ഓക്കെ, നമുക്ക് കുറച്ചൊന്ന് സ്മഡ്ജി എഫക്റ്റിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ലൈക്ക് ഇവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് മൈ ബ്യൂട്ടി, എന്തൊരു സൗന്ദര്യം. ഇതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഇടാത്തത്, മനസ്സിലായോ? വെറുതെ നമ്മൾ എന്തിനാണ് മേക്കപ്പ് കിട്ടി എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്ന്. നമ്മൾ തന്നെ നമ്മളെ പറ്റി എപ്പോഴും പുകഴ്ത്തി പറയാം. എവറി ഡേ നമ്മളിങ്ങനെ പറയാം, എന്തൊരു ഭംഗി തന്നെ കാണാം, നീ എന്തൊരു സൂപ്പറാണ്, നീ എന്തൊരു അടിപൊളിയാണ്, നീ സൂപ്പറാണ് മുത്തേ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഓൾവേസ് റിമൈൻഡേഴ്സ്. ഓക്കെ, അത് നമുക്ക് വേണം, മറ്റാരും നമ്മളോട് പറയത്തില്ല. ഓക്കെ, സോ എൻ്റെ ബേസിക്കലി എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരൊറ്റ സംഭവമേ ഉള്ളൂ, പൊട്ട് തൊടാം. അത് നമുക്ക് ലാസ്റ്റ് തൊടാം. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത്, ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, മുടി അയൺ ചെയ്തിട്ട് ഇങ്ങനെ താഴെ കേൾസ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ സമയം ഇപ്പോൾ ഒരുപാടായി, ഇതിനൊക്കെ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. യെസ് ഗൈസ്, ഇവിടെ ഈ കർട്ടൻ ഇങ്ങനെ ഇടുമ്പോഴാണോ ലൈറ്റ് ഇതാണോ നട്ടത്തിൽ ഇങ്ങനെ ഇടാമല്ലേ? ഓക്കെ, എൻ്റെ മുടി എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ മുടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണാമോ, ഭയങ്കര ഫ്രിസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല വോളിയം തോന്നും, പക്ഷേ ആക്ച്വലി അത്രയും വോളിയം ഇല്ല. ഭയങ്കര ഇത്രയും അടുത്ത് ദൂരെ പോയിരുന്നോ എങ്ങനെയാണ് ശരിയാവും, എന്തോ ഒരു ഡിഫറൻസ് വന്നല്ലോ. ഞാൻ എൻ്റെ സംഭവം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫിലിപ്സിൻ്റെ ആണ്. ഇത് ഞാൻ ഇവിടെ ഫ്രിഞ്ചസ് കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുന്നേ, 2 വർഷം മുന്നേ. അപ്പോൾ ആ ഫ്രിഞ്ചസ് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് അത്ര ഭയങ്കര എത്ര ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ എനിക്ക് എൻ്റെ മുടിയിൽ ഇത് ചെയ്താലും വലിയ ഇതൊന്നും തോന്നാറില്ല. ആ ഒരു സമയത്ത് ഇങ്ങനെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും. അപ്പോൾ എഗെയിൻ എൻ്റെ മുടി ഓൾറെഡി കുറച്ച് സ്ട്രെയിറ്റാണ്, എൻ്റെ വേവി ഹെയർ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വേവി ആയിട്ട് ഇടുന്നതാണ് എനിക്ക് സത്യത്തിൽ ഇഷ്ടം. പക്ഷേ ഇന്നലെ മെനങ്ങാന്നൊക്കെ ഇങ്ങനെയാണല്ലോ ഇട്ടത്. അപ്പോൾ ഞാൻ വേറൊരു ലുക്കിന് വേണ്ടി ഇങ്ങനെ അടിയിൽ കേൾസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ് മക്കളെ. സോ ഐ തിങ്ക് ചെയ്തു തുടങ്ങിയാൽ പിന്നെ സീനാണ്, എല്ലാം ചെയ്യേണ്ടി വരും. മുടി കൊഴിച്ചിൽ ഭയങ്കര മുടി കൊഴിച്ചില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ. അതിന് ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ്. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം സെൻറ്റർ പാർട്ടീഷനിലാണ്. ഇപ്പോൾ കണ്ടോ, നല്ല അനുസരണയുള്ള നല്ല ഭംഗിയുള്ള മുടിയാണെന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നും. പക്ഷേ റിയലി അതല്ല. ഇൻ റിയാലിറ്റിയിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ മുടി ഉണ്ടല്ലോ, ഈ ഭയങ്കര ഫ്രിസിനെസ് തോന്നും. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ഇഷ്യൂ വിത്ത് മൈ ഹെയർ. അതർവൈസ് ടച്ച് വുഡ് എനിക്ക് ദൈവം നല്ല മുടി തന്നു. പക്ഷേ ഇപ്പോൾ തീരെ വോളിയമില്ല,
സിവിയർ ആണോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും മുടി സൂപ്പറായി ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ശരിക്കും മുടി സൂപ്പറായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. ലൈക്ക് ബണ്ണൊക്കെ കെട്ടി മുടി വയ്ക്കാനൊക്കെ അറിയാം. എൻ്റെ കസിൻസിൻ്റെയൊക്കെ വെഡ്ഡിങ്ങിന് ഞാൻ ഒറ്റയ്ക്കാണ് മേക്കപ്പ് ഹെയറൊക്കെ ചെയ്തത്. പക്ഷേ പെർഫെക്ഷൻ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. മുടിയാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അത് കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ കുറവ് ചിലപ്പോൾ തോന്നും. ആർക്കും നോട്ടീസബിൾ ആയിരിക്കത്തില്ല, പക്ഷേ നല്ലോണം അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഇപ്പം എൻ്റെ മുടി കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര വേവി ആവുക. അപ്പം ഞാനിതൊന്നും വീഡിയോ എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ചെയ്ത് ഞാൻ പെട്ടെന്ന് വരാവേ. ഹൗ ഇസ് ഇറ്റ്? നമുക്ക് മുടി ചെയ്യാൻ സമയം കിട്ടിയില്ല ഗൈസ്. ഞാൻ മുടി സാധാ പോലെ ഇട്ടു, ലേറ്റായി പോയി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മലും ഈ ഒരു മാലയും. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. സോ ഞാൻ ലേറ്റായി. ശരിക്കും ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് താലകെട്ട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. സോ അത് ഞാൻ പോയി ജസ്റ്റ് കണ്ടു, തിരിച്ച് വന്നിട്ടാണ് വീഡിയോ ഇപ്പോൾ ശരിക്കും എടുക്കുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഈ പേർപ്പിൾ കളർ സാരി, പിന്നെ ഈ ഒരു പേളിൻ്റെ ഒരു പൊട്ട് തൊട്ടു, പിന്നെന്താ ഈ കമ്മൽ, മാല, പിന്നെ വള എനിക്ക് എൻ്റെ ഫ്രണ്ട് അമ്മ തന്നു. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട്. സോ വള. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചക്കര കുട്ടിയായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. എൻ്റെ ഫുൾ ലുക്ക് ഉണ്ടാവും. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഈ പേർപ്പിൾ കളർ സാരി, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇതായിരുന്നു ഒരു സിമ്പിൾ ഇഫക്റ്റീവ്. ഞാൻ ഇങ്ങനെയാണ് റെഡി ആവുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുടി മാത്രം ചെയ്യാൻ സമയം കിട്ടില്ല, ബിക്കോസ് ഐ വാസ് ലേറ്റ്. സാരല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.